Download now. CC Learning app. Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുമാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് അതായത് ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും പഠിക്കുന്നത് വരാൻ പോകുന്ന ഈ ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ? ചേഞ്ച് ടു പാസീവ് വോയിസ് അല്ലെ, ചേഞ്ച് ടു പാസീവ് വോയിസ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം എന്താ, പാസീവ് ആക്റ്റീവ് വന്നാൽ കുറച്ച് ടിപ്സ് ഉണ്ട്. ING വന്നാൽ BEING വരണം. ഇതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ. അങ്ങനെ നമ്മൾ അത് ഉപയോഗിച്ച് കണ്ണെടുത്ത് നോക്കുമ്പോൾ ഇവിടെ എവിടെയും BEINGയുടെ കഥയില്ല. അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലെ. പേടിക്കണ്ട. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻസിലെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഓപ്ഷൻസിലെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, വിൽ വി ഫിനിഷ് ദി ലെസൺ ടുഡേ? ശരിയാണോ? ശരിയല്ല. ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ടെൻസും ഈ ഒരു ഫർദർ ടെൻസും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല, ടെൻസ് ചേഞ്ച് വരാൻ പാടില്ല. സോ വില്ല് തെറ്റാണ്, കാരണം ക്വസ്റ്റ്യനിൽ വില്ല് ഇല്ലാത്തടത്തോളം ആൻസറിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ ആണ്. ഇന്ന് നമ്മൾ ലെസൺ തീർക്കുമല്ലോ അല്ലെ, തീർക്കാതിരിക്കില്ലല്ലോ, തീർക്കുമോ എന്നൊക്കെയാണ് ചോദ്യം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഉത്തരമായിട്ടാണ് കിടക്കുന്നത് വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ. സോ അതും തെറ്റാ അല്ലെ. ഇനി വിൽ ദ ലെസൺ ബി ഫിനിഷ് ടുഡേ ബൈ us? വീണ്ടും അഗെയിൻ വില്ലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ ഇല്ലാത്തടത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നോക്കിക്കേ, ഓപ്ഷൻ എ നോക്കിക്കേ, ഈസ് ദി ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ? അതാണ് കുറച്ചും കൂടി ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഈസ് ദി ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ? എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്? ബിക്കോസ് ഇവിടെ വി ആയതുകൊണ്ടാണ് ആറ് വന്നത്. ഇവിടെ ലെസൺ ആണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണല്ലോ നമ്മളിവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലെസൺ ആണ് വന്നത്, ലെസൺ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് വന്നു. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ? സെയിം ആ ക്വസ്റ്റ്യനെ അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ പഠിച്ച BEINGയുടെ കോൺസെപ്റ്റ് അല്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ബട്ട് സ്റ്റിൽ എപ്പോഴും അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്വസ്റ്റ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ അർത്ഥത്തിൽ ചേഞ്ച് വരാത്തതുമായിട്ടുള്ള ഓപ്ഷന്റെ പുറകെ പോകുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. His teacher tried to correct him by giving valuable advices. ഈ സെന്റൻസിനെ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. ഹിസ് ടീച്ചർ tried at correct him by giving valuable advices. എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് നോക്കാം. ദാ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വൈ. ഒന്നാമത്തെ കാര്യം, അറ്റ് കറക്റ്റ് പറയില്ല അല്ലെ, ടു കറക്റ്റ് വേണം. അപ്പം ആ അറ്റ് കറക്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഇതാണ്, ഇതിനെ നമ്മൾ അന്തസ്സായിട്ട് വെട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് ഉണ്ട്, അഡ്വൈസസ് ഉണ്ട്, അഡ്വൈസ് ഉണ്ട്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? അതായത് രണ്ട് സ്പെല്ലിങ്സ് ഉണ്ട്. അഡ്വൈസ് VICEയും ഈ ADVISCയും, ഇങ്ങനെ രണ്ട് സ്പെല്ലിംഗ് ഉണ്ട്. അത് രണ്ടും സെയിം അല്ല, വ്യത്യാസമുണ്ട്. എവിടെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരെണ്ണം നൗണും ഒരെണ്ണം വെർബുമാണ്. ഏതാണ് നൗൺ, ഏതാണ് വെർബ്? അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഒരു വെർബ് എടുത്ത് നോക്കിക്കേ, വെർബിന്റെ കൂടെ നിങ്ങൾ എസ് ആഡ് ചെയ്യുക. ജംപ്സ്, സിങ്സ്, ഡാൻസസ്, ഷൈൻസ് അല്ലെ, ആ വെർബിന്റെ കൂടെയാണ് നമ്മൾ എസ് ആഡ് ചെയ്യുക. സോ എസ് ഉള്ളതാണ് വെർബ്, അങ്ങനെ ഓർത്താൽ മതി. എസ് ഉള്ളതാണ് വെർബ്. സോ ഇതാണ് വെർബ്, മനസ്സിലായോ? അതായത് ഉപദേശിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റേത് നൗൺ ആണ്, ഉപദേശം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട്. പ്രാക്ടീസ് ഇതുപോലുള്ളൊരു വാക്കാണ് അല്ലെ, പ്രാക്ടീസ്. PRACTICE ഉണ്ട്, PRACTISC ഉണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? എസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്, പ്രാക്ടീസ്, പരിശീലിക്കുക അല്ലെ. ഇവിടെ നോക്കിക്കേ, CE വരുന്നതാണ് നൗൺ, പരിശീലനം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ CEയും SEയും തമ്മിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ വരേണ്ടത്? ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ് അല്ലെങ്കിൽ അഡ്വൈസസ് എന്ന് പറയുമ്പം അവിടെ ഉപദേശം എന്നാണ് വരേണ്ടത്. സോ ഡെഫിനറ്റ്ലി സി വെച്ചിട്ടുള്ള സാധനമാണ് വരേണ്ടത്, എസ് വെച്ചിട്ടുള്ളത് വരില്ല.
സോ നമുക്ക് ഓപ്ഷൻ ബിനെ അവോയ്ഡ് ചെയ്യാം. ഇനിയുള്ളത് വാല്യുബിൾ അഡ്വൈസസും ഉണ്ട്, വാല്യുബിൾ അഡ്വൈസ് ഉണ്ട്. അഡ്വൈസിന്റെ പ്ലൂറൽ അഡ്വൈസ് തന്നെയാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഹിസ് ടീച്ചർ tried to correct him by giving valuable advice. മനസ്സിലായോ? സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ CESE കളി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് പലവട്ടം പല എക്സാംസിലും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്റ്റർഡേ ടിം പാർക്ക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രക്ക്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ട്രക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്താൽ പോലീസ് എന്ത് ചെയ്യും? അത് പിടിച്ചു വെക്കും, അല്ലെ? പിടിച്ച് വെക്കും. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഇമ്പൗണ്ടഡ് ആണോ, ഇംപ്രിസൻഡ് ആണോ, ഇംപെയിൽഡ് ആണോ, ഇന്റേൺഡ് ആണോ? ഇംപ്രിസൻഡ് അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ജയിലിടുകയല്ല, അല്ലെ? ആ ട്രക്കാണ് പിടിച്ചു വെക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ വരുന്ന ആൻസർ ഇമ്പൗണ്ടഡ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇമ്പൗണ്ടഡ്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇംപെയിൽഡ്? ഇംപെയിൽഡ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കുത്തിക്കേറുക എന്നൊക്കെ പറയില്ല, അതാണ് ഇംപെയിൽഡ്. ഇപ്പം ഒരു കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ കാലിൽ എന്തെങ്കിലും കുത്തിക്കേറി മീൻസ് അത് ഇംപെയിൽഡ് ആണ്. ഇംപെയിൽഡ് എന്നാണ് അതിന് പറയാ നമ്മള്. വാട്ട് ഇസ് ഇന്റേൺഡ്? ഇന്റേൺഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇറാനിലും ഒക്കെ നടക്കുന്ന സാഹചര്യമാണ്. അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ പിടിച്ചു വെക്കും, അല്ലെ? യുദ്ധത്തിലെ കുറ്റവാളികളാണെന്ന് ആരോപിച്ചൊക്കെ നമ്മൾ പിടിച്ചു വെക്കും. അതാണ് ഇന്റേൺഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇമ്പൗണ്ടഡ് എന്ന വേർഡും ഇന്റേൺഡ് എന്ന് പറയുന്ന വേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇമ്പൗണ്ടഡ് ഇസ് യൂഷ്വലി റെഫർ ടു ഒബ്ജക്ട്സ്. മനസ്സിലായോ? സാധനങ്ങൾ, പ്രോപ്പർട്ടി പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കൾ പിടിച്ചു വെക്കുന്നതാണ് ഇമ്പൗണ്ടഡ്. ഇതും പോലീസുമായി ബന്ധപ്പെട്ട പിടിച്ചുവെക്കൽ തന്നെയാണ്, പക്ഷെ ഇവിടെ വ്യക്തികളെയാണ് പിടിച്ചു വെക്കുന്നത്. അതാണ് ഇമ്പൗണ്ടഡും ഇന്റേൺഡും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ എന്താണ്? ട്രക്കാണ്. സോ ഇമ്പൗണ്ടഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോം ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി. നമ്മളെ വിളിച്ച് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഭയങ്കര സന്തോഷം തോന്നും, അല്ലെ? എക്സൈറ്റഡ് ആവും നമ്മള്, എക്സ്ട്രീംലി സന്തോഷമാണ്. അപ്പൊ അതാണ് ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭയങ്കര ഹാപ്പിനെസ്, ഓൺ ക്ലൗഡ് 9. സോ ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ, അതും ഒരു ഇഡിയമാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ദേഷ്യമൊക്കെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവാന്ന് പറയില്ലേ, ആ സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോവാന്ന് പറയില്ലേ, അതാണ് ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയുന്നത്. അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റബേൺ ആയിട്ട് ഒരു ഡിസഗ്രിമെന്റോട് കൂടി, ഒരു കോൺഫ്ലിക്റ്റോട് കൂടി നിൽക്കുന്നതാണ് അറ്റ് ലോഗേഴ്സ് ഹെഡ്. മനസ്സിലായോ? അറ്റ് ലോഗേഴ്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റബേൺ ആയിട്ട് ഡിഫെൻഡിങ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ നിൽക്കുക. റെഡ് ഇൻ ദി ഫേസ്, റെഡ് ഇൻ ദി ഫേസ്, നിങ്ങൾ എപ്പോഴാണ് റെഡ് ഇമോജീസ് ഒക്കെ ഇടുക? ദേഷ്യം വരുമ്പം, അല്ലെ? അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് റെഡ് ഇൻ ദ ഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലോട്ടറി അടിച്ചു എന്ന് കേട്ടാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് എന്താ ഉണ്ടാവുക? സന്തോഷമാണ് ഉണ്ടാവുക. സോ ക്ലൗഡ് 9 ആണ് ആൻസർ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ക്ലൗഡ് 9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇറ്റ് വാസ് എ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഗിവ് വൺ വേർഡ് ഫോർ ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഒന്നുമില്ല, ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക്, അതാണ് നമ്മുടെ വേർഡ് ഇൻ ഇറ്റാലിക്സ്. അതിനുള്ള ഒരു വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൾമിനേഷൻ, ഒംനിപ്രസൻസ്, ഡെബ്യൂ, മാസ്റ്റർ പീസ്. ഇതിൽ എന്തെല്ലാം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, അല്ലെ? എന്താണ്? ഫസ്റ്റ് അപ്പിയറൻസ് അല്ല, മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമൻസിനാണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയുക, അല്ലെ? പിന്നെ ഒംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ, ഒംനി എന്ന് പറഞ്ഞാൽ സർവം എന്നൊരു അർത്ഥമുണ്ട്. മനസ്സിലായോ? സോ ഒംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി. ഓക്കെ, സോ അതുമല്ല ഇവിടുത്തെ ആൻസർ. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുക എന്നാണ് അതിന്റെ അർത്ഥം. കൾമിനേറ്റഡ് അല്ലെങ്കിൽ കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ റീച്ച് ദി കൺക്ലൂഷൻ ഓർ ദി ഫൈനൽ റിസൾട്ട്. അപ്പൊ അതുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡെബ്യൂ. ഡെബ്യൂ ഈസ് യുവർ ഫസ്റ്റ് പെർഫോമൻസ് ഇൻ പബ്ലിക്. സോ ഡെബ്യൂ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ വെദർ ഇസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. സീഡ്സ് വിതയ്ക്കാനുള്ള ഒരു സ്യൂട്ടബിൾ വെദർ ആണ് ഇത്. അപ്പൊ അതിനുള്ള സിമിലർ വേർഡ്, അതായത് സ്യൂട്ടബിൾ എന്ന് പറയുന്ന വേർഡിന് സിമിലർ ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോൺജെനിറ്റൽ, കോൺജെനിയൽ, കണ്ടേജിയസ്, കോൺവേഴ്സ്. ഇവിടെ എല്ലാം കോമൺ ആയിട്ടൊരു വേർഡ് കണ്ടു കേട്ടോ, കോൺ. അപ്പൊ CON എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു വൊക്കാബുലറി പഠിക്കുമ്പോൾ നമുക്ക് 10 വൊക്കാബുലറി 10 തരം പഠിക്കുന്നതിനേക്കാൾ ഭേദം റൂട്ട് വേർഡ് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പൊ കോൺ എന്ന് പറയുമ്പം അതിന് നമുക്ക് 2-3 അർത്ഥങ്ങളോടൊപ്പം ടു കം ടുഗെദർ വിത്ത്, അല്ലെങ്കിൽ അതിനോടൊപ്പം, അല്ലെങ്കിൽ എന്താ പറയാ, അതിനോടൊപ്പം, ആ ക്ലാസ്, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു അതിനോടൊപ്പം എന്ന സെൻസിൽ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ നോക്കിക്കേ, കോൺവേഴ്സ്. ഇവിടെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഴ്സ് നിങ്ങൾ എവിടെയാണ് ഓർക്കുന്നത്? കോൺവേഴ്സേഷൻ എന്ന് ഓർമ്മയുണ്ടോ? സംസാരം, അല്ലെ? അതാണോ ഇവിടെ വരിക? അല്ല. അപ്പൊ അതല്ല. കണ്ടേജിയസ്, പകരുന്നത്, അല്ലെ? കണ്ടേജിയസ് ഡിസീസ്,
പകരുന്നത്, അസുഖം പകരുന്നത്. കോൺജെനിയൽ ഉണ്ട്, കോൺജെനിറ്റൽ ഉണ്ട്. ജെനിറ്റൽ എന്നുള്ള വേർഡ് കേട്ടാൽ നിങ്ങൾക്ക് ജന്മം, അല്ലെ, ബൈ ബർത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടും. സോ കോൺജെനിറ്റൽ മീൻസ് ബൈ ബർത്ത്, ജന്മന, അതാണ് അതിനോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, സോ ജന്മന. ഇനി കോൺജെനിയൽ എന്ന് പറയുന്നതാണ് പ്ലസന്റ്. ഓക്കെ, കോൺജെനിയൽ എന്ന് പറയുന്നത് പ്ലസന്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് കോൺജെനിയൽ. ദ വെദർ ഇസ് കോൺജെനിയൽ ഫോർ സോയിങ് സീഡ്സ്. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോവാം. ചൂസ് ദി വേർഡ് ദാറ്റ് ഇസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഇൻകറക്ട്ലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ മീനിങ്സും കൂടി പഠിച്ചു പോവുക. കാരണം അടുത്തൊരു എക്സാമിന് ഇതിന്റെ മീനിങ്സ് നമ്മളോട് ചോദിച്ചുകൂടായില്ലല്ലോ. സോ നമുക്കറിയാം ബ്യൂറോക്രാറ്റ് എന്താണെന്ന് നമുക്കറിയാം, അല്ലെ. ബ്യൂറോക്രാറ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന വേർഡാണ്. ഓൺട്രപ്രണറിന്റെ വേർഡ് നിങ്ങൾക്ക് അറിയാം, സ്പെല്ലിങ്ങും കൂടി നോക്കണം. സ്പെൽഡ് ഇൻകറക്ട്ലി ആണ്. ബ്യൂറോക്രാറ്റ് ഓക്കെയാണ്. ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഒരു യുവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഇന്റലിജൻസിയ എന്ന് പറയുന്നത് ഇന്റലിജൻസിയ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ സ്കോളേർഡ് ക്ലാസ് ഓഫ് പീപ്പിൾ ഇല്ലേ, അതാണ് ഇന്റലിജൻസിയ എന്ന് പറയുന്നത്. സെപ്റ്റുവാജെനേറിയൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് സെപ്റ്റുവാജെനേറിയൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതൊക്കെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ എന്തായാലും ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഓൺട്രപ്രണർ. അവിടെയാണ് നമുക്ക് ഇൻകറക്ട്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഉള്ളത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി റെസ്പോണ്ടേഴ്സ് സെയിൽ വോ പ്ലേ മീൻസ്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഗ്രി പ്രിലിംസിൽ എല്ലാവരും ഒന്ന് നോക്കിയ ക്വസ്റ്റൻ, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്, അല്ലെ. സോ ഈ ഫോറിൻ വേർഡ്സിൽ പലപ്പോഴും ആ വാക്കിൽ തന്നെ അർത്ഥം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ എപ്പോഴും ചിന്തിക്കണം, ഡൗട്ട് അടിച്ച് നിൽക്കരുത്. ഓക്കെ, ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥം ഉണ്ടാവും. അതങ്ങനെയാണ് ഫോറിൻ വേർഡ്സ്, ഒരു 98% അങ്ങനെയാണ്. ഇപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല. റെസ്പോണ്ട് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ്, പീസ് ബി വിത്ത് യു, യു ഷുഡ് ബി റെസ്പോൺസിബിൾ, ആൻസർ പ്ലീസ്. അപ്പൊ എന്തായിരിക്കും? റെസ്പോണ്ട്, ആ വാക്കിലുണ്ട് ആൻസർ പ്ലീസ്. മനസ്സിലായോ? അപ്പൊ റെസ്പോൺസിബിൾ അല്ലേന്ന് ചോദിച്ചാൽ റെസ്പോണ്ട് വേറെ, റെസ്പോൺസിബിൾ വേറെ. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണ്. സോ എപ്പോഴും മനസ്സിലോർക്കുക, ഫോറിൻ വേർഡ്സ് വന്നാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടാവും. ഒന്നാ വാക്കിനെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, കേട്ടോ. ഇനി ഇഡിയംസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പക്ഷെ ഫോറിൻ വേർഡ്സ്. അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ആൻസർ പ്ലീസ്. ഇനി ദ തീവ്സ് ഡാഷ് ദി അപ്പാർട്ട്മെന്റ് വൈൽ ദി ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. ഫാമിലി എവിടെ പോയിരിക്കുകയാണ്? വെക്കേഷന് പോയിരിക്കുകയാണ്. തീവ്സ് എന്ത് ചെയ്തു? അപ്പാർട്ട്മെന്റിൽ കയറി, അല്ലെ, അനുവാദമില്ലാതെ കടന്നു കയറി സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു. സോ അവിടെ എന്താണ് നമ്മളുടെ ഫ്രേസൽ വെർബ് വരിക? ബ്രോക്ക് ഇൻ ടു ആണോ, ബ്രോക്ക് ഡൗൺ ആണോ, ബ്രോക്ക് അപ്പ് ആണോ, ബ്രോക്ക് അവേ ആണോ? ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് അറിയാം. ബ്രേക്ക് ഇൻ ടു ആണ് ഇവിടുത്തെ ആൻസർ, അല്ലെങ്കിൽ ബ്രോക്ക് ഇൻ ടുന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറി. ഓക്കെ, ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറുക. ഇനി ബ്രേക്ക് ഡൗൺ, വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക. ഇനി ബ്രേക്കപ്പ് ഒക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ രണ്ട് സെപ്പറേറ്റഡ് ആവുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുക എന്നുള്ള അർത്ഥം വരികയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന വേർഡ്. സോ ഇവിടെ എന്താണ് ആൻസർ വരിക? ബ്രോക്ക് ഇൻ ടു. ഓക്കെ, അതിക്രമിച്ച് കയറുക എന്നുള്ളതിന് ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ ബ്രോക്ക് ഇൻ ടു എന്നുള്ളത് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതാണ് ഉത്തരവായിട്ട് വരിക, ഓപ്ഷൻ എ. അടുത്ത് നോക്കിക്കേ, ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. പ്രിഫിക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിഫിക്സ്, അല്ലെ. അപ്പൊ ആന്റിനാസ്, കോക്രോച്ചസിന് ആന്റിനാസ് ഉണ്ടാവും. അതെന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. സോ അതിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസേബിൾ ആണോ? അല്ല. അണേബിൾ ആണോ? അല്ല. ഇനേബിൾ ഒട്ടും അല്ല. എനേബിൾ എന്ന് പറഞ്ഞാൽ അവരെ അത് സെൻസ് ചെയ്യുന്നതിൽ സഹായിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. സോ ആന്റിനാസ് എനേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The phenomenon of glowing seawater signifies changes in marine environment. Okay, the phenomenon of glowing seawater, ആ ഒരു ഫിനോമിന, ആ ഒരു പ്രതിഭാസം എന്ത് പറയുന്നു? മെറൈൻ എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പൊ ആ വേർഡിന്റെ, അണ്ടർലൈൻഡ് വേർഡിന്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിനോമിനാസ് എന്നൊന്നും പറയരുത്, അല്ലെ. നമ്മൾ അതേപോലെ തെറ്റിച്ചുപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയയുടെ പ്ലൂറൽ എന്താണ്? ഇറ്റ്സ് നോട്ട് ക്രൈറ്റീരിയാസ്, തെറ്റാണ്. ക്രൈറ്റീരിയ ആണ് അതിന്റെ പ്ലൂറൽ, കേട്ടോ. അപ്പൊ അതേപോലെ ഒരു വേർഡാണ് ഫിനോമിന ആണ് അതിന്റെ പ്ലൂറൽ, ഫിനോമിനാസ് അല്ല. ആൻസർ ഇസ് ഓപ്ഷൻ ബി, കേട്ടോ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫിനോമിന. അടുത്ത നമ്മുടെ സെക്കൻഡ് ടയറിലെ എക്സാം അവിടെ നടന്നിരുന്നല്ലോ. അപ്പൊ അത് നമുക്ക് നോക്കാം.
നോക്കിക്കേ, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. വൺ ഓഫ് ദി ഗേൾസ് ആർ ഫ്രം മുംബൈ. വൺ ഓഫ് ദി ഗേൾസ് ആർ ഫ്രം മുംബൈ. എന്താണ് ഇവിടുത്തെ തെറ്റ്? ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്? യൂഷ്വലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ, നമ്മളുടെ ഓക്സിലറി വെർബിലുള്ള മിസ്റ്റേക്ക് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ എന്താണ് വൺ ഓഫ് ദി ഗേൾസ് ആർ ഫ്രം മുംബൈ? എപ്പോഴും ഓർക്കുക, ഇതിന് നമുക്കൊരു കോഡ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ഊപ്സ്. ഊപ്സ് വെച്ച് പഠിക്കുക. മനസ്സിലായോ? ഊപ്സ് വെച്ച് പഠിക്കുക. വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ അതിന്റെ സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കും, വെർബ് സിംഗുലർ ആയിരിക്കും. എങ്ങനെയാണ്? വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കും, വെർബ് സിംഗുലർ ആയിരിക്കും. ദാ വൺ ഓഫിലല്ലേ ഈ സെന്റൻസ് തുടങ്ങുന്നത്. സബ്ജക്ട് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം, അല്ലെ? പ്ലൂറൽ ആയിരിക്കണം. വെർബ് എങ്ങനെയായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ കിടക്കുന്നത് ആറാണ്. ദാറ്റ് ഇസ് റോങ്. ഇവിടെ വരേണ്ടത് ഈസ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. വൺ ഓഫ് ദി ഗേൾസ് ഈസ് ഫ്രം മുംബൈ. വൺ ഓഫ് ദി ഗേൾസ് ഈസ് ഫ്രം മുംബൈ, അല്ലെ? അപ്പൊ ഊപ്സ് ആണ് ആൻസർ വരിക. വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും. മറക്കരുത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടാഗ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്റെ മുന്നിൽ വന്നേക്കരുത്, അല്ലെ? ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്താണ് അവിടെ ഓപ്ഷൻ? ക്യാൻ യു ആണോ, ഷാൽ യു ആണോ, വുഡ് യു ആണോ, വിൽ യു ആണോ? ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ 13 റൂൾസും ഒരു 2 എക്സെപ്ഷൻസും. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ടാഗിൽ അതിനപ്പുറത്തേക്ക് വരില്ല, കേട്ടോ? അതൊന്ന് എൻഷുർ ചെയ്യുക. ഇനി ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്ന് പറഞ്ഞാൽ എന്താണത്? ഏത് കാറ്റഗറിയിൽ വരുന്ന സെന്റൻസ് ആണ്? സിമ്പിൾ കമാൻഡ് ആണ്. മേലെ എന്റെ മുന്നിൽ വന്നേക്കരുത്. സിമ്പിൾ കമാൻഡ് ആണ്. സിമ്പിൾ കമാൻഡ് അല്ലെങ്കിൽ സിമ്പിൾ റിക്വസ്റ്റ് വരുമ്പം അവിടുത്തെ ടാഗ് എന്തായിരിക്കണം? വിൽ യു ആയിരിക്കണം. എന്തായിരിക്കണം? വിൽ യു ആയിരിക്കണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിൽ യു. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ, വിൽ യു. വരുവോ? അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്തത്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വെർബ് ഇൻ ദ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. യു ലെറ്റ് ഹർ ഗോ. ഇതിനകത്ത് ഗോ എന്ന് പറയുന്നത് എന്ത് വെർബ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെയർ ഇൻഫിനിറ്റീവ് ആണോ, ജെറണ്ട് ആണോ, ടു ഇൻഫിനിറ്റീവ് ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ? വാട്ട് ഇസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെറണ്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ പറയാണ്, ഹി ഈസ് പ്ലേയിങ്. ഇതിലെ പ്ലേയിങ് ജെറണ്ട് ആണോ അല്ലയോ ഒന്ന് പറയാമോ? മറ്റൊരു സെന്റൻസ്, പ്ലേയിങ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. പ്ലേയിങ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഹി ഈസ് പ്ലേയിങ്ങും പ്ലേയിങ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇവിടെ രണ്ടിടത്തും പ്ലേയിങ് ഉണ്ട്, പക്ഷെ രണ്ടിടത്തും ഇത് ജെറണ്ട് അല്ല. മനസ്സിലായോ? ഇവിടെ ഈ പ്ലേയിങ് എന്ന് പറയുന്നത് ജെറണ്ട് അല്ല, അവൻ കളിക്കുകയാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ING ഫോം ആണ്, പക്ഷെ അത് നൗൺ ആയിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. എന്തായിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്? നൗൺ ആയിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. സോ ഹി ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവൻ കളിക്കുകയാണ്, അതൊരു വേർബ് ആണ്, ആക്ഷൻ ആണ്. സോ അത് ജെറണ്ട് അല്ല. മനസ്സിലായോ? അതെന്തല്ല? ജെറണ്ട് അല്ല. പ്ലേയിങ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. കളി നല്ലൊരു ഓപ്ഷൻ ആണ്. കണ്ടോ, അവിടെ അത് എന്താണ്? കളി. അതൊരു നൗൺ ആണ്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കേസിലാണ് ഇത് ജെറണ്ട് ആവുന്നത്. സോ ദിസ് ഇസ് ജെറണ്ട്, ദിസ് ഇസ് നോട്ട് ജെറണ്ട്. മനസ്സിലായോ? ING ഫോം ഒരു വെർബിന് വരുന്നതാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ആം പ്ലസ് ഈസ് പ്ലസ് ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ആ ING ഫോം ഓഫ് ദ വെർബിന് പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള 2 വാക്കുകൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ്, ടു ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 + V1 ഫോം ഓഫ് ദി വെർബ്. എന്താണ്? 2 + V1 ഫോം ഓഫ് ദി വെർബ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാലോ, ബെയർ ഒന്നുമില്ല, വെറും V1 ഫോം ഓഫ് ദി വെർബ്. മനസ്സിലായോ? സോ 2 + V1 ഫോം ആണ് ടു ഇൻഫിനിറ്റീവ്. ഇത് വെറും V1 ഫോം ഓഫ് ദി വെർബ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, യു ലെറ്റ് ഹർ ഗോ. ഇതിൽ ഗോ എന്ത് ടൈപ്പ് ആണ്? ജെറണ്ട് അല്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല, ടു ഇല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ബെയർ ഇൻഫിനിറ്റീവ്. മനസ്സിലായോ? ആൻസർ ഇസ് ഓപ്ഷൻ എ, ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, അടുത്തത്, കറക്റ്റ് ദി ഫോളോയിങ് സെന്റൻസ് ബൈ ചൂസിങ് ദി റൈറ്റ് ഓപ്ഷൻ. നൈദർ ദി പ്രിൻസിപ്പൽ നോർ ദി ടീച്ചേഴ്സ് ഇസ് ഗോയിങ് ഫോർ ദി ടൂർ. Neither the principal nor the teachers is going for the tour. അപ്പൊ neither nor വന്നാൽ സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ഇവിടെ 2 സബ്ജക്ട് ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? neither nor, either or, not only but also, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. എന്താണ് ഈ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങളുടെ വെർബ് പ്ലൂറൽ ആയിരിക്കും, സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നിങ്ങളുടെ വെർബ് സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? സോ ഇവിടെ സെക്കൻഡ് സബ്ജക്ട് എന്താണ്? പ്ലൂറൽ ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് എന്താണ്? സിംഗുലർ ആണ്. തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ അവിടെ എന്താ വരേണ്ടത്? ആർ ഗോയിങ് ആണ് വരേണ്ടത്. ഇതുപോലെ ഫസ്റ്റ് സബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്.
അല്ലെ? അതൊരു കോഡ് ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുക. ഇന്ന് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. അസ്മത്ത് ഫേമായി BA കമ്പനി ചെയ്തു എന്നൊരു കോഡ് ഉണ്ട്. ആ കോഡ് ഉപയോഗിച്ചാണ് ആരൊക്കെയാണ് ഈ ഫസ്റ്റ് സെന്റൻസിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചാൽ നമ്മുടെ കുറേ സമയം പോവും. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Seeing a snake in the garden, Lalu screamed for help. This sentence can be transformed as. സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ വൈഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെന്റൻസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ എന്ത് വരരുത്, നമ്മൾക്ക് ആ മീനിങ് തന്നെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് തന്നെയായിരിക്കണം എന്ത് വരുന്നത്, ഉത്തരം വരുന്നത്. അത് നിർബന്ധമാണ്. സെന്റൻസ് ട്രാൻസ്ഫോർമേഷനിൽ മീനിങ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സീയിങ് എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീം ഫോർ ഹെൽപ്പ്. സ്നേക്കിനെ കണ്ടപ്പോ ലാലു എന്ത് ചെയ്തു? സഹായത്തിനായിട്ട് വിളിച്ചു, കരഞ്ഞു വിളിച്ചു. ആ അർത്ഥമായിരിക്കണം പറയേണ്ടത്. ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻ വായിച്ചു നോക്കാം. ലാലു സോ എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ വെൻ ഹി സ്ക്രീം ഫോർ ഹെൽപ്പ്. അവൻ ഹെൽപ്പിന് വേണ്ടി സ്ക്രീം ചെയ്തപ്പോൾ അവനൊരു സ്നേക്കിനെ കണ്ടു. തെറ്റല്ലേ? ഓഫ് കോഴ്സ് തെറ്റാണ്. സോ ഇതിനെ നമുക്ക് വെട്ടാം. ഹി സ്ക്രീംഡ് ഫോർ ഹെൽപ്പ് ആൻഡ് സോ എ സ്നേക്ക്. അവൻ കരഞ്ഞിട്ടാണോ സ്നേക്കിനെ കണ്ടേ? തെറ്റാണ്. അതും വെട്ടാം. ലാലു വാസ് സ്ക്രീമിംഗ് ഫോർ ഹെൽപ്പ് വെൻ സീയിങ് എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ. അവൻ സ്നേക്കിനെ കണ്ടപ്പോൾ അവൻ സ്ക്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും തെറ്റാണ്. അല്ലെ? വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീം ഫോർ ഹെൽപ്പ്. വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീം ഫോർ ഹെൽപ്പ്. സ്നേക്കിനെ കണ്ടപ്പോൾ അവൻ സ്ക്രീം ചെയ്തു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഡി ആണ് അർത്ഥവ്യത്യാസമില്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതാണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്രാവശ്യം നിങ്ങൾ നിർബന്ധമായും ടൈപ്സ് ഓഫ് സെന്റൻസിലെ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് പഠിക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക് നിങ്ങൾ ഒരു കാരണവശാലും വിടരുത്, പഠിക്കണം. The italicized word in the following sentence means. എന്താണ് അതിന്റെ അർത്ഥം? As a teacher, she resented invidious remarks made on her students by her. Okay, അവളുടെ സ്റ്റുഡൻസ് അവൾക്ക് മേലെ വച്ചിരിക്കുന്ന എന്താ പറയാ, ഇവിടെ ഇറ്റാലിക്സിലുള്ള വേർഡ് ഇത് തന്നെയാണ് അല്ലെ, ഇൻവിഡിയസ്. ഇൻവിഡിയസ് എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവൾക്ക് മേലുള്ള അവളുടെ കൊളീഗ്സിന്റെ അല്ലെങ്കിൽ അവളുടെ സ്റ്റുഡൻസിന് മേലുള്ള അവളുടെ കൊളീഗ്സിന്റെ ആരോപണങ്ങളെ എന്ത് ചെയ്തു? എങ്ങനത്തെ ആരോപണങ്ങളായിരുന്നു? ഉറപ്പായിട്ടും നല്ല ആരോപണങ്ങളല്ല. അതുകൊണ്ടാണല്ലോ റിസെന്റ് ചെയ്തത് അല്ലെ. സോ പേഴ്സണൽ ആണോ, ക്രൂവൽ ആണോ, സർക്കാസ്റ്റിക് ആണോ, അൺപ്ലസന്റ് ആണോ? എന്തായിരുന്നു? അൺപ്ലസന്റ് ആയിട്ടുള്ള റിമാർക്കാണ്. ഇൻവിഡിയസ് മീൻസ് അൺപ്ലസന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The idiom in the following sentence means perfumes were dime a dozen for him in those days. Dime a dozen എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അന്നത്തെ ദിവസങ്ങളിൽ പെർഫ്യൂംസ് എന്ന് പറയുന്നത് അവന് ഡൈം എ ഡസൻ ആയിരുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡൈം എ ഡസൻ? ഒരുപാടുണ്ട്, പ്ലെന്റി ആൻഡ് കോമൺ അല്ലെ. പെർഫ്യൂം ഒക്കെ നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ ഉള്ളപ്പോൾ ആളുടെ കയ്യിൽ കുറച്ചധികം ഉണ്ടായിരുന്നു. അതാണ് ഡൈം എ ഡസൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഇറ്റ്സ് പ്ലെന്റി ആൻഡ് കോമൺ. അടുത്ത നോക്കിക്കേ, I bank on your word. The phrasal verb in italics means. Bank on എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Bank on എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Spends on something or someone, collects money from someone, bases one's hope on something or someone, spreads something. എന്താണ് bank on എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? Bases one's hope on something or someone. ആരില്ലെങ്കിലും നമ്മൾ ഇപ്പൊ ബാങ്കിന്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ബാങ്കിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ആ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ബാങ്കിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വ്യക്തിയെയോ ഒരു സാധനത്തിനെയോ വളരെയധികം ഹോപ്പോട് കൂടി എത്തുക. അതാണ് എന്ത്? ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ഞാൻ നിന്റെ വാക്കുകളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചു. അതാണ് ആ വാക്കിന്റെ ആ ഒരു ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, correct the following sentence. The effects of COVID-19 are far reaching. The effects of COVID-19 are far reaching. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? എന്താണ് മിസ്റ്റേക്ക്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Correct the following sentence. The effects of COVID-19 are far reaching. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും ഇഫക്റ്റും എഫക്റ്റും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. ഇഫക്റ്റും എഫക്റ്റും. അപ്പൊ ഇത് എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കാം. നേരത്തെ നമ്മൾ ഇതേപോലൊരു ക്വസ്റ്റ്യൻ കണ്ടു, പ്രാക്ടീസ്, അഡ്വൈസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം കൂടി വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് എഫക്റ്റും ഉണ്ട്, പിന്നെ ഒന്ന് ഇഫക്റ്റും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എഫക്റ്റ് എന്ന് പറയുന്ന വെർബും ഇഫക്റ്റ് എന്ന് പറയുന്നത് നൗണും ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടണം എന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ ആണ്. മനസ്സിലായോ? കണ്ടോ, എ ഇവിടെ ഉണ്ട്. എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വെർബാണ്, ഒരു ആക്ഷൻ. എന്ത് വെർബ്? ടു ഇൻഫ്ലുവൻസ്.
അതാണ് അതിന്റെ ആക്ഷൻ, വെറുതെ ഒരു ആക്ഷൻ അല്ല. മനസ്സിലായോ? ഇപ്പം എഫക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതൊരു ആക്ഷൻ ആണ് അല്ലെ, വെർബാണ്. അതുകൊണ്ടാണ് AFFECT ACTION രണ്ടും A ആണ്. ക്ലിയർ ആണോ? അടുത്തത് ഇഫക്റ്റ്. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് ആണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ആണ്. അപ്പം അങ്ങനെ ഓർത്താൽ മതി അല്ലെ. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ആണ്. റിസൾട്ട് എന്ന് ഓർക്കാൻ പറ്റില്ല, എന്ന് ഓർക്കുക, എൻഡ്. റിസൾട്ട് എപ്പോഴും എൻഡിലാണല്ലോ. സോ ഈ രീതിയിൽ നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് ഇത് തെറ്റില്ല. ഇപ്പൊ ഈ ഒരു എക്സാമിന് വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഫക്റ്റും ഇഫക്റ്റും. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ, എന്ത് ആക്ഷൻ? ടു ഇൻഫ്ലുവൻസ്. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്നാണ് അർത്ഥം. അത് ഓർക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്, നൗൺ ആണ്. അപ്പൊ എന്ന് ഓർക്കുക, എൻഡ് എന്ന് ഓർക്കുക, എൻഡിലാണല്ലോ റിസൾട്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ദ എഫക്ട്സ് ഓഫ് COVID-19 ആർ ഫാർ റീച്ചിങ്. അപ്പം എഫക്ട്സ് അല്ല, അവിടെ റിസൾട്ട് ആണ് അല്ലെ. സോ AFF അല്ല അവിടെ വരിക, എന്താ വരിക? EFFECT ആണ് വരിക അല്ലെ. സോ ദ എഫക്ട്സ് ഓഫ് COVID-19 ഈസ് ഫാർ റീച്ചിങ് ഉണ്ട്, ദ ഇഫക്ട്സ് ഓഫ് COVID-19 ആർ ഫാർ റീച്ചിങ് ഉണ്ട്. അപ്പൊ ആണെന്ന് നമുക്ക് ഉറപ്പായി. ഏതാണ് നമ്മുടെ ആൻസർ വരിക? എഫക്ട്സ് പ്ലൂറൽ ആണ്, സോ ആണ് വരേണ്ടത്. ആൻസർ ഇസ് ഓപ്ഷൻ B. കണ്ടോ, കഴിഞ്ഞ ഒരൊറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്കറിയാം പാറ്റേൺ ചേഞ്ച് ഉണ്ട്. സോ ഈ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസിനെ വേണം നമ്മൾ ചെയ്തും കണ്ടും കേട്ടും ഒക്കെ പഠിക്കാനായിട്ട്. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഡിഗ്രി പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൽ വരുന്ന ഒരു പരീക്ഷയാണ്. ജൂണിലും ഇതിന്റെ എക്സാം ഉണ്ട്. അപ്പം ഇപ്പോഴും കിട്ടില്ല എന്ന് ചിന്തിച്ച് പഠിക്കാതിരിക്കുന്ന മണ്ടത്തരമാണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഡിഗ്രി പ്രിലിംസ്. 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്, 10 മാർക്ക് മലയാളം. ഈ 50 മാർക്ക് നമ്മൾ എത്രത്തോളം സേഫ് ആക്കി എല്ലാ ദിവസവും നമ്മുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ സർവൈവൽ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ കട്ട് ഓഫ് ഇന്നേ വരെ 51 അല്ലെങ്കിൽ 50 മേലെ പോയിട്ടില്ല അല്ലെ. സോ നിങ്ങൾക്ക് ആ 50 മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. ഈ 50 മാർക്ക് ഫുള്ള് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ 50 മാർക്കിൽ ഒരു 40 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് അപ്പുറത്ത് കിട്ടാൻ എന്തെങ്കിലും പാടുണ്ടോ? അപ്പൊ പ്രിലിംസ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം, മെയിൻസ് നമുക്ക് നന്നായിട്ട് പഠിക്കാം. PSC ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഡിഗ്രി ലെവൽ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ്. ഇനി ഇത്രയും വേക്കൻസി വരണമെങ്കിൽ ഒരു 3 വർഷം കൂടി എടുക്കും. കാരണം ഒത്തിരി വേക്കൻസീസ് ആണ് ഒരുമിച്ച് വിളിച്ചിരിക്കുന്നത് അല്ലെ. സോ എന്ത് ചെയ്യുക, റെക്കോർഡ് രീതിയിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഹിസ് ബിഹേവിയർ അറ്റ് ദ പാർട്ടി വാസ് അട്രോഷ്യസ്. ഹിസ് ബിഹേവിയർ അറ്റ് ദ പാർട്ടി വാസ് അട്രോഷ്യസ്. അട്രോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായാലും നല്ലതല്ല, നെഗറ്റീവ് ആയിട്ടുള്ളൊരു വേർഡാണ് അട്രോഷ്യസ്. ഹൊറിബിൾ, ടെറിഫിക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സോ അട്രാക്റ്റീവ് അല്ല, സപ്പോർട്ടീവ് അല്ല, കമ്പാഷനേറ്റ്. പാഷനേറ്റ് എന്തായാലും അല്ലല്ലോ, പാഷൻ ആ വേർഡ് മുഴുവൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതല്ല. സോ ആൻസർ ഇസ് അപ്പാലിംഗ്. ആൻസർ ഇസ് ഓപ്ഷൻ B. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട്. വെറുതെ വായിച്ചു പഠിച്ചത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല. കുറച്ചധികം ഇതേപോലുള്ള എക്സാംസും ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മിറാക്കിൾ ബാച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബോർഡ് നമ്പർ 8590202323. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈസി ആയിട്ട് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. വെറുതെ പറയുന്നതല്ല, ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പ്രിലിംസ്. മെയിൻസ് നന്നായി പഠിക്കണം, പക്ഷെ പ്രിലിംസ് ആദ്യം ക്വാളിഫൈ ചെയ്യാനേ ഇറ്റ് ഗിവ്സ് യു കോൺഫിഡൻസ്. അതോടൊപ്പം തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് പഠനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.